എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സ് അത്യാവശ്യമാണോ, സുഹൃത്തുക്കൾ അത്യാവശ്യമാണോ? ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം പറയാം. എനിക്ക് സുഹൃത്തുക്കളില്ല. എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എല്ലാവരെയും രാവിലെ കാണുന്നു, നമസ്കാരം പറയുന്നു. മിക്കവാറും കാണുന്നവരോടെല്ലാം ഞാൻ രാവിലെ നമസ്കാരം പറയാറുണ്ട്. അതിനുശേഷം വൈകുന്നേരം ഞാൻ ഒരു ഈവനിങ് വാക്കിനോ അല്ലെങ്കിൽ പോകുമ്പോൾ വഴിയിൽ കാണുന്ന ആളുകളോടെല്ലാം നമസ്കാരം പറയാറുണ്ട്. പക്ഷെ നിന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഇതുവരെ ഉണ്ടാക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 മിനിറ്റ് സംസാരിക്കും, മുന്നോട്ട് പോകും. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന അവരാണ് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആരും എനിക്കില്ല. ഫ്രണ്ട്സ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എന്നെപ്പോലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സാമൂഹികമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ അത് ആവശ്യമാണ്. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതാണ് എല്ലാവരോടുമായി ഇൻറ്ററാക്ട് ചെയ്യുന്നു, നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു. പക്ഷേ ആ പറയുന്ന ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആസ് ലോങ് ആസ് ഞാൻ ഹാപ്പി ആകുന്നത് വരെ, ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് വരെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിലുള്ളവരാണ്. നല്ല രീതിയിൽ ഇൻറ്ററാക്ട് ചെയ്യുവാനും നല്ല രീതിയിൽ എന്നോട് സംസാരിക്കുവാനും എനിക്ക് വേണ്ട സപ്പോർട്ട് തരുവാനും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കഴിയുന്നത് കൊണ്ട് അവർ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഫ്രണ്ട്സിനെ വേണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഫ്രണ്ട്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. നിങ്ങളുടെ മാനസികാവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാം, ഉണ്ടാക്കാതിരിക്കാം. പ്യൂർലി അപ് ടു യു. നിങ്ങളാണത് തീരുമാനിക്കേണ്ടത്. ഈ വീഡിയോയിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള 10 സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ്, മനഃശാസ്ത്രപരമായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരാക്കിയെടുക്കാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ, അതല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുവാൻ, നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ, അങ്ങനെയുള്ള രീതിയിൽ അവരെ മാറ്റിയെടുക്കാൻ നിങ്ങളുടെ സ്വഭാവം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് കഴിയും. ആ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം ഓരോ ടിപ്പും പല രീതിയിലുള്ളതാണ്. എല്ലാവർക്കും ഇതിൽ ഒരു ടിപ്പ് ആർക്കെങ്കിലും ഉണ്ടാവും. അതായത് നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ 1-2 ടിപ്പ് ഈ വീഡിയോയിൽ തീർച്ചയായും ഉണ്ടാവും. പക്ഷെ അത് എപ്പോഴാണ് വരുന്നത് എന്ന് പറയാനാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായി വേണ്ടത് നല്ലൊരു മനസ്സാണ്. നല്ലൊരു മനസ്സെന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ നിരൂപണം ചെയ്യുക, അവർ ചെയ്തത് തെറ്റാണെന്ന് പറയുക, അങ്ങനെയുള്ള ആ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അതായത് നമ്മൾ ആരാണെങ്കിലും ആരോടാണ് സംസാരിക്കുന്നതെങ്കിലും സിമ്പിളായിട്ട് നീ ചെയ്തത് നല്ലതാണ്, നീ വളരെ നന്നായി അത് ചെയ്തു എന്ന് പറയാൻ പഠിക്കണം. അങ്ങനെ പറയാൻ പഠിക്കുമ്പോൾ ശരിക്കും പറയുന്നത് നമുക്കൊരു മനസ്സമാധാനം കിട്ടുന്നു. നമ്മുടെ അകത്തുള്ള ഗോസിപ്പ് ചെയ്യുന്ന, മറ്റുള്ള ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി, ഒരു നെഗറ്റീവായിട്ടുള്ള മനുഷ്യനെ നമ്മൾ പതിയെ പുറത്താക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പോസിറ്റീവ് മെൻറ്റാലിറ്റി കൊണ്ടുവരികയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമ്മൾ ആരോടാണോ ഈ കാര്യം പറയുന്നത് ആ വ്യക്തിക്ക് നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ലഭിക്കും. നമ്മൾ പറഞ്ഞാൽ അയാൾക്കൊരു എനർജി ലഭിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അയാൾ നമ്മളെ പതിയെ റെസ്പെക്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. കാരണം ആർക്കും അപ്രീസിയേഷൻ ഇഷ്ടമാണ്, അംഗീകാരം ആർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാതെ, അവർ തെറ്റ് ചെയ്താൽ പോലും ക്രിട്ടിസൈസ് ചെയ്യാതെ അവരെ അംഗീകരിച്ചു കൊടുത്താൽ അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ മൂഡ് പോസിറ്റീവ് ആകുന്നു. പതിയെ നിങ്ങളുടെ അകത്തുള്ള ആ ഒരു നെഗറ്റീവ് മനുഷ്യനും നിങ്ങളെ വിട്ടുപോകുന്നു. അതുകൊണ്ട് ക്രിട്ടിസിസം ഒഴിവാക്കുക, അപ്രീസിയേഷൻ പഠിക്കുക. രണ്ടാമത്, നമ്മുടെ മുമ്പിലുള്ള ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഒന്ന് കൂട്ടി ചെയ്യുക എന്നർത്ഥം. നല്ല രീതിയിൽ തോളത്ത് കൈവച്ച്, തോളത്ത് തട്ടി, മാഷേ യു ആർ സൂപ്പർ, മാഷേ യു ആർ ഗ്രേറ്റ്, നീ വളരെ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് കുറച്ച് കൂട്ടി പറയണം. എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം? എന്തിനാണ്? ഇവർ വളരെയധികം പോസിറ്റീവ് ആവുന്നു. മുന്നിലുള്ള ആൾ വളരെയധികം പോസിറ്റീവ് ആവുന്നു. അവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുവാൻ തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നു എന്നർത്ഥം. ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു കഴിവല്ല, നിങ്ങൾ വളർത്തിയെടുക്കേണ്ട പോസിറ്റീവായിട്ടുള്ള ഒരു കഴിവാണ്. മൂന്നാമത്, അവരുടെ പേര് ഓർമ്മിക്കുക. നിങ്ങളെക്കാൾ ചെറിയ ആളോ നിങ്ങളുടെ ഏകദേശം അതേ പ്രായത്തിലുള്ള ആളോ ആണെങ്കിൽ നിങ്ങൾ അവരെ പേര് പറഞ്ഞ് വിളിച്ച് സംസാരിക്കുന്നത് അവരെ കൂടുതൽ നിങ്ങളുമായി അടുപ്പിക്കുവാൻ സഹായിക്കുന്നു. മുതിർന്നവരെ നമ്മൾ തീർച്ചയായും ബഹുമാനത്തോടു കൂടി തന്നെ വിളിക്കണം, സംബോധന ചെയ്യണം. പക്ഷേ നിങ്ങളുടെ പ്രായത്തിലോ, നിങ്ങളെക്കാൾ സെയിം പ്രായത്തിലോ നിങ്ങളെ കുറഞ്ഞ പ്രായത്തിലുള്ള ആളുകളുടെ പേരുകൾ ഓർമ്മ വയ്ക്കാനും വഴികളുണ്ട്.
അതിന് മറ്റ് വീഡിയോകളിൽ ഞാൻ വരാം. പേരുകൾ ഓർമ്മ വയ്ക്കാൻ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സോ അവർ പറയുന്ന ഏതെങ്കിലും കാര്യവുമായിട്ട് അവരുടെ പേരിനെ ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഒരു ചെറിയൊരു ഗിമ്മിക്ക് ഉപയോഗിച്ചാൽ അവരുടെ പേരുകൾ നമുക്ക് ഓർമ്മ വയ്ക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പേരുകൾ ഓർമ്മ വെച്ച് അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ പേരുകൾ ചേർത്ത് സംസാരിക്കുമ്പോൾ അവർ പെട്ടെന്ന് നമ്മളെ അംഗീകരിക്കുന്നു. നമ്മളുടെ ഫ്രണ്ട്സ് ആകുവാനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. അടുത്തത്, അവരോടുള്ള താല്പര്യം. നിങ്ങൾ ആരെയാണോ ഫ്രണ്ട് ആക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരോടുള്ള താല്പര്യം നിങ്ങൾ ശരിക്കും പ്രകടിപ്പിക്കണം. മിമിക്രി കാണിക്കരുത്, അല്ലെങ്കിൽ ഒരു നാടകം കളിക്കരുത്. ജെന്യൂയിനായി, മാനസികമായി, മനസ്സാക്ഷി ഉപയോഗിച്ച് തന്നെ ആ വ്യക്തിയുമായി നിങ്ങൾ നല്ല രീതിയിൽ പൊരുത്തപ്പെടണം. നമ്മൾ ആരെയാണ് ഫ്രണ്ട്സ് ആക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മളുമായി വേവ്-ലെങ്ത്തുള്ള, നമ്മളുമായി ഒത്തുപോകുന്ന ആളുകളെയാണ് നമ്മൾ ഫ്രണ്ട്സ് ആക്കുവാൻ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള ആളുകളെ ഫ്രണ്ട്സ് ആക്കുവാൻ, അത് ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും, ജെന്യൂനായി അപ്രോച്ച് ചെയ്യണം. നാടകം കളിക്കുവാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, അനാവശ്യമായി ഹൈപ്പ് ചെയ്ത് പറയുവാൻ പാടില്ല. ജെന്യൂയിൻ, വളരെ നല്ല ഒരു പോസിറ്റീവായ ആറ്റിറ്റ്യൂഡോടുകൂടി ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്ത് അവരോട് സംസാരിച്ച് നല്ല രീതിയിൽ ഇടപഴകി പിന്നീടാണ് അവർ നമുക്ക് ഫ്രണ്ട്സ് ആവുന്നത്. ഒരു ഫ്രണ്ട്സിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ ഏറ്റവും ചുരുങ്ങിയത് 3-4 മാസം എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ആവുമ്പോഴേ ആ ഫ്രണ്ട്ഷിപ്പിന് സ്ഥിരത വരികയുള്ളൂ. അടുത്തത്, നിങ്ങൾ ചാമിങ് ആയിരിക്കണം എന്നുള്ളതാണ്. അതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. ചാമിങ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ചാമിങ് ആയിരിക്കുന്ന വ്യക്തികളെയാണ് മറ്റുള്ളവർ പൊതുവെ പ്രിഫർ ചെയ്യാറ്, ഫ്രണ്ട്ഷിപ്പിന് പ്രിഫർ ചെയ്യാറ് ചാമിങ് ആയിട്ടുള്ള വ്യക്തികളാണ്. ടാലൻറ്റഡ് അല്ല, നിങ്ങൾ എത്ര ടാലൻറ്റഡ് ആയാലും സാരമില്ല, നിങ്ങൾ ചാമിങ് അല്ലെങ്കിൽ നിങ്ങളെ ആരും അപ്രോച്ച് ചെയ്യില്ല, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്യില്ല. അപ്പോൾ ചാമിങ് എങ്ങനെ? എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പ്രൈസ് ചെയ്തുകൊണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തുകൊണ്ട്, ബബ്ലിയായി എന്നാൽ ഉപദ്രവിക്കാതെ, ആരെയും ഉപദ്രവിക്കാത്ത തരത്തിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ ചാമിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വസ്ത്രത്തിലാണെങ്കിലും, പെരുമാറ്റത്തിലാണെങ്കിലും, മുഖഭാവത്തിലാണെങ്കിലും ആ ചാം നിങ്ങൾ പുലർത്തിയാൽ നിങ്ങൾ എല്ലാവർക്കും അട്രാക്റ്റീവായി മാറും എന്നർത്ഥം. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ ആളുകൾ നമ്മളിൽ നിന്നും അകന്നു പോകും. നമ്മൾ മിസ്റ്റേക്ക് ചെയ്താൽ, എത്ര ചെറിയ മിസ്റ്റേക്ക് ആണെങ്കിലും അത് അംഗീകരിക്കുവാനുള്ള, പബ്ലിക്കായി അംഗീകരിക്കുവാനുള്ള, 4 പേരുടെ മുന്നിൽ അംഗീകരിക്കുവാനില്ല. ഞാൻ ഈ തെറ്റ് ചെയ്തു, സോറി കേട്ടോ എന്ന് പറയാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഈഗോ കാരണം നിങ്ങളത് കാണിക്കരുത്. ഈ തെറ്റ് അംഗീകരിക്കുവാൻ മടിക്കരുത്. അങ്ങനെ തെറ്റ് അംഗീകരിക്കാൻ മടിക്കാതിരുന്നാൽ, തെറ്റ് ഏറ്റു പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാമിങ് പേഴ്സണാലിറ്റിക്ക് ഒരു തൂവൽ കൂടി അവിടെ വരികയാണ്. തെറ്റുകൾ ഏറ്റു പറയുവാൻ ആൾവേസ് ശ്രദ്ധിക്കുക. അടുത്തത്, ഒരു ആർഗ്യുമെൻറ്റോ ഡിബേറ്റോ നടക്കുമ്പോൾ അതൊരിക്കലും ജയിക്കാൻ ശ്രമിക്കരുത്. അതൊരിക്കലും ഞാനാണ് ശരി എന്ന് പറയുവാൻ ശ്രമിക്കരുത്. മറ്റുള്ളവർ ശരിയാണ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുക. എന്തിനാണ്? ഈഗോ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഞാനാണ് ശരി എന്നുണ്ടെങ്കിൽ, ഞാനാണ് ശരി എന്നുള്ളതിനേക്കാൾ അവിടെ കൂടുതൽ ധ്വനിക്കുന്നത് മറ്റുള്ളവർ തെറ്റാണ് എന്നാണ്. ഈ മറ്റുള്ളവർ തെറ്റാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരും ശരിയാണ് എന്ന് പറഞ്ഞാലേ അവർ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. ഇത് മറ്റുള്ളവർക്കും ബാധകമാണ്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ കാര്യം പറയുന്നത് കൊണ്ട് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങാം. മറ്റുള്ളവരെ ഒരു കാരണവശാലും ഒരു ആർഗ്യുമെൻ്റ് നടക്കുമ്പോഴോ, ഒരു ഡിബേറ്റ് നടക്കുമ്പോഴോ ഞാൻ ശരിയാണ് എന്ന് ഉറക്കെ പറയരുത്. നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ, അവരുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം ഏതെങ്കിലും ഒരു വിഷയത്തിൽ, എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലല്ലോ, ഫ്രണ്ട് ആകുന്ന അല്ലെങ്കിൽ ആക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിസഗ്രിമെൻ്റ് ഉണ്ടാവുകയാണെങ്കിൽ, സാധാരണ പറയാറുണ്ട് നമ്മൾ മുഖത്ത് നോക്കി അത് പറയണം എന്ന് പറയാറുണ്ട്. ഞാൻ അതിനെതിരാണ്. നമ്മൾ മുഖത്ത് നോക്കി പറയരുത്. നമ്മൾ ടാക്റ്റിക്കലായി ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടെത്തി പതിയെ പറയണം. അവർ അത് മനസ്സിലാക്കണം. നമുക്കെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ അത് നമ്മളോട് പറയണം. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് അവരോട് പറയണം. എന്തെങ്കിലും ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് പറയുകയും വേണം. പക്ഷേ ഇവിടെ അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടില്ല, ആവാൻ പോകുന്നതേ ഉള്ളൂ. ഫ്രണ്ട് ആയതിനു ശേഷം നമുക്ക് മുഖത്ത് നോക്കി പറയാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരാളെ ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയരുത്. പതിയെ സമയമെടുത്ത്, സാഹചര്യമെടുത്ത് അവരെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. തൽക്കാലം അവരുടെ മിസ്റ്റേക്ക് നമ്മൾ അംഗീകരിച്ചാൽ മതി.
അടുത്തതായി മറ്റുള്ളവർ, നമ്മുടെ മുമ്പിലുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സാക്കുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് അംഗീകരിപ്പിക്കുവാൻ, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ടാലൻറ്റഡ് ആണ്, നിങ്ങൾ ചാമിങ് ആണ് എന്നൊക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് അവരെ അംഗീകരിപ്പിക്കുവാൻ ചില ടാക്റ്റിക്കലായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്നാണ് ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത്. അവരുടെ കയ്യിൽ പിടിച്ച് സംസാരിക്കുക. നിങ്ങളെക്കാൾ ചെറിയവരാണെങ്കിൽ അവരുടെ തോളത്ത് തട്ടി സംസാരിക്കുക, അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, കോൺഫിഡൻസോടുകൂടി സംസാരിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ അവരുടെ പേര് പറഞ്ഞ് അവരുടെ പേര് വിളിച്ച് സംസാരിക്കുക. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പിന്നെ കൂട്ടത്തിൽ 1-2 ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണഗതിയിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്ന കാര്യത്തിന് വാല്യൂ ഉണ്ട് എന്ന് അവർ കരുതുകയും അഗൈൻ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത പോയിന്റ്, മറ്റുള്ളവരെ, നിങ്ങൾ ആരെയാണോ ഫ്രണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് തോന്നണം. അതിന് തക്കവണ്ണം നിങ്ങൾ പെരുമാറണം. ഉദാഹരണത്തിന് നിങ്ങളൊരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറയണം, നീ ആ ടേബിളിൽ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ പണി നേരെ നടക്കില്ലായിരുന്നു എന്ന് പറയണം. ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ എടോ നീ എനിക്ക് ആ പാസ് തന്നില്ലായിരുന്നുവെങ്കിൽ, അതല്ലെങ്കിൽ നീ ആ പൊസിഷനിൽ കളിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കളി മുഴുവനാവില്ലായിരുന്നു എന്ന് പറയണം. അതായത് ആ വ്യക്തി, നിങ്ങൾ ആരെയാണോ ഫ്രണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് അവൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നുന്ന തരത്തിൽ, നിങ്ങൾ അവനെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള വർത്തമാനം, സംസാരം നിങ്ങളിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണം. ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ 10 മെത്തേഡ്സ് 1, 2, 3, 4 നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആരെയാണോ ഫ്രണ്ടാക്കുവാൻ ആഗ്രഹിക്കുന്നത് സ്വാഭാവികമായും 2-3 മാസത്തിനകം അവൻ നിങ്ങളുടെ നല്ല ഫ്രണ്ടായി മാറും. പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ പറഞ്ഞതൊന്നും നിങ്ങൾ അഭിനയിച്ച് കാണിക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാളെ ഫ്രണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജെന്യൂയിൻ അല്ല, നിങ്ങൾ ഓണസ്റ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് പൊളിയും. നിങ്ങൾ ആത്മാർത്ഥമായി ആ ആളെ ഫ്രണ്ടാക്കാൻ ആഗ്രഹിക്കണം. അതിനുശേഷം മാത്രമേ ഈ പറഞ്ഞ 10 സ്റ്റെപ്സ് ഉപയോഗിക്കാവൂ.